ഇതുവരെയുള്ള ഒരു ട്രെൻഡ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ +1 +2 ഇങ്ങനെ ഒയപ്പി കളിക്കും, അല്ലെങ്കിൽ കുഴപ്പമില്ലാണ്ട് ആവറേജ് ആയിട്ടൊക്കെ പഠിക്കും. എന്നിട്ട് +2 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു കൊല്ലം റിപ്പീറ്റിന് പോയിട്ട് അത്രയും എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, നീറ്റ് ഓർ ജെയ് ക്രാക്ക് ചെയ്യും. എന്നിട്ട് NIT-യിലും IIT-യിലും അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയർ മെഡിക്കൽ കോളേജിലും ഒക്കെ എത്തും. പക്ഷേ ഇപ്പം ആ ട്രെൻഡ് മാറുന്നു. കാരണം പല കുട്ടികളും വിചാരിക്കുന്നു എനിക്ക് ഈ +1 +2 കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് വേസ്റ്റ് ചെയ്യാൻ ടൈം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് ഉദ്ദേശമില്ല. അങ്ങനെയുള്ള കുട്ടികളാണ് ഇപ്പം മേജറായിട്ടും അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ആ കുട്ടികൾ വന്നപ്പോൾ പിന്നെ എന്താണ് ചെയ്യുക, ഈ +1-ൻ്റെയും +2-ൻ്റെയും കൂടെ തന്നെ നീറ്റിനും ജെയ്ക്കും പ്രിപ്പയർ ചെയ്യണം. ആൻഡ് +1-ൻ്റെയും +2-ൻ്റെയും കൂടെ നീറ്റ് ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതെന്താണ്, അതൊരു 99% കുട്ടികൾക്കും അത് ഒറ്റയ്ക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം +1 +2 തന്നെ അത്യാവശ്യം ലോഡ് ഉണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടി പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു വേണം, സിസ്റ്റം വേണം. ആ ഒരു സിസ്റ്റത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് +1 +2-ൻ്റെ കൂടെ നീറ്റോ ജെയോ ക്രാക്ക് ചെയ്യാൻ പറ്റൂ. ഉറപ്പായിട്ടും 1% കുട്ടികൾക്ക് ഇതില്ലാണ്ട് സ്വന്തമായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ, ഉറപ്പാണ്. ഞാൻ സംസാരിക്കുന്നത് 99% കുട്ടികളോടാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡ്യൂപോഡിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, +1 +2-ൻ്റെ കൂടെ നീറ്റ് ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എങ്ങനെയാ, എഡ്യൂപോഡിൻ്റെ കൂടെ 2 വർഷം ഇവിടെ നമ്മളുടെ ക്യാമ്പസിൽ സ്റ്റേ ചെയ്തിട്ട് ഒരു പൈസ തരാണ്ട് നിങ്ങൾക്ക് +1-ൻ്റെയും +2-ൻ്റെയും കൂടെ തന്നെ നീറ്റും ജെയും ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു പൈസ പോലും കോഴ്സ് ഫീ തരണ്ട, നിങ്ങൾ ഒരു പൈസ പോലും ഹോസ്റ്റൽ ഫീ തരണ്ട, നിങ്ങൾ ഒരു പൈസ പോലും ഫുഡിന് തരണ്ട, ഒന്നിനും തരണ്ട. 2 വർഷം നിങ്ങളുടെ എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. ഓരോ രൂപയുടെ നിങ്ങളുടെ ചെലവും ഞങ്ങൾ നോക്കിക്കോളാം. ആൻഡ് അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ആ ഓഫർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അത് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ESAT എക്സാം എഴുതുക. എഡ്യൂപോഡിൻ്റെ ESAT എക്സാം എഴുതുക. ESAT എക്സാമിൽ നിങ്ങൾക്ക് എത്രയാണോ സ്കോർ അതിനനുസരിച്ച് നിങ്ങൾക്ക് 1 സ്കോളർഷിപ്പ് 100% വരെ സ്കോളർഷിപ്പ് ഇവിടെ കിട്ടും. സോ നിങ്ങളിത് ഉണരേണ്ട ടൈം തന്നെയാണെന്ന് ഞാൻ പറയും. +1 +2 കഴിഞ്ഞ് എന്തോ ഇങ്ങനെ +1 +2-ൽ കളിച്ചിട്ട് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം വേസ്റ്റ് ചെയ്ത് അതിനെക്കാട്ടി നല്ലത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതങ്ങ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. സോ എങ്ങനെയാണ് എഡ്യൂപോഡിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് 2 വർഷം പഠിക്കുക +1 +2, അതിൻ്റെ കൂടെ തന്നെ എങ്ങനെയാണ് ഞങ്ങൾ നീറ്റ് ജെയും പഠിക്കുക, അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള അവസരമാണ് എഡ്യൂപോഡിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ നിങ്ങൾക്ക് ഒരുക്കുന്നത്. ആൻഡ് ഇവിടെ 100% ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പിനെയാണ് സ്കോളർഷിപ്പ് എക്സാമിനെയാണ് നമ്മൾ ESAT എക്സാം എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ESAT എക്സാം നടക്കാൻ പോകുന്നത് വരുന്ന ഏതാണ് ഡേറ്റ് ഞാൻ പറയാം. യെസ്, ഇവിടെ ഉണ്ട്, നവംബർ 9-ാം തീയതിയാണ് നമുക്ക് ESAT എക്സാം ഉള്ളത്. ആൻഡ് ESAT എക്സാമിന് വേണ്ടി എന്താണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ESAT എക്സാമിന് വേണ്ടി എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ് ഇതിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് കാണാൻ പറ്റും. ഇത് മലയാളം മീഡിയത്തിൻ്റെ ആണ് ആൻഡ് ഇത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ആണ്. രണ്ടും കണക്കാണ്. അവിടെ മലയാളത്തിൽ എഴുതി, ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയെന്നുള്ളൂ. കെമിസ്ട്രിയിൽ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്ന് പറഞ്ഞ ചാപ്റ്റർ വേണം. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വേണം. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. ഇത്രയും ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇവിടെ കെമിസ്ട്രിയിൽ. ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം സൗണ്ട് വേവ്സ്, ലെൻസസ്, വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ്, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഇതും ഉണ്ടാവും. ആൻഡ് ബയോളജിയിലേക്ക് വരുമ്പോൾ ജെനറ്റിക്സ് ഓഫ് ലൈഫ്, പാർട്സ് ഓഫ് എവല്യൂഷൻ, ബിഹൈൻഡ് സെൻസേഷൻ, കെമോറിസെപ്ഷൻ ഇൻ ഓർഗാനിസം, അതെനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല കറക്റ്റ്, അതും ഉണ്ടാവും. മാത്സിൽ അരിത്തമെറ്റിക് സീക്വൻസ്, സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, ട്രിഗ്നോമെട്രി, കോർഡിനേറ്റ്സ്, ടാൻജൻസ്, ഇത്രയും ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. ഇതാണ് മെയിൻലി സബ്ജക്റ്റിൽ നിന്നുണ്ടാകുക. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്താണ് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ജിയോമെട്രി, ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ, അതുപോലെ കോഡിംഗ്, ഡീകോഡിംഗ്, പസിൽ, ഡയറക്ഷൻ, റിലേഷൻസ് എന്നൊക്കെ പറഞ്ഞ്, അതായത് സാധാരണ നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ഉണ്ടാകുന്ന ചെറിയ നിങ്ങൾക്ക് ജസ്റ്റ് ലോജിക്കലി നിങ്ങൾക്ക് ആലോചിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, ചില പസിൽസ് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുക. അത് നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യേണ്ട, അങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. സോ ഇതാണ് കേരള സ്റ്റേറ്റ് പഠിക്കുന്ന കുട്ടികളുടെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ എന്താണ് CBSE-കാർക്ക് ഏതാണ് സിലബസ് ഉണ്ടാകുന്ന വെച്ചാൽ, കെമിസ്ട്രിയിൽ നിന്നും കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്, അതുപോലെ ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ് ഉണ്ടാവും.
മെറ്റൽസ് ആൻഡ് നോട്ട് മെറ്റൽസ് ഉണ്ടാവും, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് ഉണ്ടാവും കെമിസ്ട്രിയിൽ നിന്നും. ഫിസിക്സിൽ നിന്നും ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഉണ്ടാവും, ദ ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ് ഉണ്ടാവും, ഇലക്ട്രിസിറ്റി ഉണ്ടാവും, അതുപോലെ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ ഫിസിക്സിൽ നിന്ന് പഠിക്കണം. ബയോളജിയിലാണെങ്കിൽ ലൈഫ് പ്രോസസ്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ആൻഡ് എന്താ ഹെറിഡിറ്റി അവർ എൻവിറോൺമെൻറ്റ്. ഇത്രയും ചാപ്റ്റർ നിങ്ങൾ ബയോളജിയിൽ നിന്ന് പഠിക്കണം. മാത്സിൽ റിയൽ നമ്പേഴ്സ്, പോളിനോമിയൽസ്, പെയേഴ്സ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ്, ട്രയാങ്കിൾസ്, കോർഡിനേറ്റ് ജോമെട്രി, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി, സം അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി, സർക്കിൾസ്. ഇത്രയും ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഈ സാറ്റ് എക്സാമിന് മാത്സിൽ ചോദ്യങ്ങൾ ചോദിക്കും. ബയോളജിയിൽ ഇത്രയും ചാപ്റ്റർ, ഫിസിക്സിൽ ഇത്രയും ചാപ്റ്റർ, കെമിസ്ട്രിയിൽ ഇത്രയും ചാപ്റ്റർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് കോഡിങ്ങും ഡീകോഡിങ്ങും പസിൽസും അതുപോലെ ഡയറക്ഷനും ഒക്കെ ആയി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ചോദ്യങ്ങൾ അവിടെയും ഉണ്ടാവും എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾ വിചാരിക്കും, ഓ സാറേ ഇതിപ്പോൾ ഞാനിപ്പോൾ കാസർഗോഡാണല്ലോ ഉള്ളത്, ഞാനിപ്പോൾ കോഴിക്കോട് പോയി എഴുതാന്ന് പറഞ്ഞാൽ നോ, അങ്ങനെയല്ല. നിങ്ങൾക്ക് എല്ലായിടത്തും സെൻറ്ററുകളുണ്ട്. കേരളത്തിൽ ഉടനീളം സെൻറ്ററുകൾ, അതായത് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു 10, 15, 20, 25 മിനിറ്റ് അടുത്ത് വരെ ഉറപ്പായിട്ടും എന്തുണ്ടാവും, സെൻറ്റർ ഉണ്ടാവും. കേരളത്തിൽ ഉടനീളം ഓരോ ജില്ലകളിലും ഇഷ്ടം പോലെ സെൻറ്റേഴ്സ് ആണുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒരു 25 മിനിറ്റ് നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എത്താവുന്ന ദൂരത്ത് സെൻറ്റർ ഉണ്ടാവും. സോ ഒരിക്കലും ഈ ഒരു അവസരം മിസ് ചെയ്യരുത്. ഇപ്പം തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. 9-ാം തീയതിയാണ് നമ്മളുടെ എക്സാം വരുന്നത്. ആൻഡ് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇന്ന് തന്നെ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ അവസരം നഷ്ടപ്പെടില്ല. ഓൾറെഡി കഴിഞ്ഞ തവണ ഈ സാറ്റ് എഴുതിയവരുണ്ടാവും ഒരു മാസം മുന്നേ. അവർക്ക് എന്ത് ചെയ്യാം, ഇതിൽ വേണമെങ്കിൽ ഒന്നുകൂടി എഴുതാം. അപ്പോൾ അതിനെക്കാട്ടിലും ഇതിൽ ഏതിലാണോ ബെറ്റർ സ്കോർ ആ സ്കോറാണ് നമ്മൾ പരിഗണിക്കുക കേട്ടോ. സോ നിങ്ങൾ എന്ത് ചെയ്തു, ഒരിക്കലും ഈ ഒരു അവസരം മിസ് ചെയ്യരുത്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് എഴുതിയ കുട്ടികൾ തന്നെ വീണ്ടും എഴുതും. അപ്പോൾ ഇതുവരെ എഴുതാത്ത കുട്ടികൾ ഈ ഒരു അവസരം ഒരിക്കലും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഒരു സെൻറ്ററിൽ പോയപ്പോൾ എന്നോട് പല കുട്ടികളും ചോദിച്ചു, എനിക്ക് ഓർമ്മയുണ്ട്, സാർ ഒറ്റ പ്രാവശ്യം കൂടി നടത്തിയില്ലെങ്കിൽ ഞങ്ങൾ അടിപൊളിയായിട്ട് എഴുതായിരുന്നു എന്നുള്ളത്. ആൻഡ് അടിപൊളിയായിട്ട് എഴുതിക്കോളൂ. മുന്നേ എഴുതിയവർ ഒന്നും കൂടി അടിപൊളിയായിട്ട് ഇപ്പോൾ എഴുതിക്കോളൂ. അല്ലാത്തവരെന്താണ്, അടിപൊളിയായിട്ട് ബെസ്റ്റായിട്ട് ഇപ്പം എഴുതുക. സോ ജസ്റ്റ് ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഇനി ഒരു സെക്കൻഡ് പോലും ലേറ്റ് ആകരുത് കേട്ടോ. കാരണം നമുക്ക് എന്താണ്, ഈ നമ്മളെ മുന്നേ പഠിച്ച പോലെ റിപ്പീറ്റ് ചെയ്ത് ഒരു കൊല്ലം വേസ്റ്റ് ചെയ്തിട്ട് എന്താണ് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ടൈം നമുക്കില്ല. നമുക്ക് ആ ഒരു കൊല്ലം സേവ് ചെയ്യണം. എത്ര നേരത്തെ സക്സസ്ഫുൾ ആവുന്നോ അത്രയും നല്ലതാണെന്നല്ലേ, അതാണ്. സോ ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, സീ യു, ബൈ.